26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. കരിങ്കല്ലും എംസാൻഡും മെറ്റൽ ജെല്ലിയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞ് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട്ടിലെ ദൗർലഭ്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് അസാധാരണ നീക്കം. കരിങ്കല്ല്, എംസാൻഡ്, മെറ്റൽ ജെല്ലി എന്നിവ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞുകൊണ്ടുള്ള അസാധാരണമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് തമിഴ്നാട് സർക്കാർ. തമിഴ്നാട്ടിലെ നിർമ്മാണ സാമഗ്രികളുടെ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായാണ് പുതിയ നീക്കമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകാനും അനധികൃത ഖനനം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് ജിയോളജി ഡയറക്ടർക്ക് കൂടുതൽ അധികാരം നൽകിക്കൊണ്ട് പുതിയ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയത്. പുതിയ ഉത്തരവ് പ്രകാരം തമിഴ്നാട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം മാത്രമേ മിച്ചമുള്ളവ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി അയക്കൂ. അതിർത്തി കടന്നുള്ള ചരക്ക് നീക്കം തടയാൻ ജിയോളജി ഡയറക്ടർക്ക് പ്രത്യേക അധികാരം നൽകിയിട്ടുണ്ട്. അനധികൃത ഖനനം ധാരാളമായി തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ടെന്നും അത് ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. തമിഴ്നാട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലാണ് സാധനങ്ങളുടെ ദൗർലഭ്യം. വരും ദിവസങ്ങളിൽ തന്നെ പുതിയ ഉപരോധം കർശനമായി നടപ്പിലാക്കി തുടങ്ങുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. പുതിയ തീരുമാനം അയൽ സംസ്ഥാനമായ കേരളത്തിലെ നിർമ്മാണ മേഖലയിലടക്കം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ മെറ്റൽ ജെല്ലിയും എംസാൻഡും കേരളത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. പുതിയ നിയന്ത്രണം വരുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനും സാമഗ്രികളുടെ ലഭ്യതയിൽ കാലതാമസം ഉണ്ടാവാനും സാധ്യതയുണ്ട്. മാത്രമല്ല, ഡിമാൻഡ് കൂടുന്നതോടെ ഇവയുടെ വില വർദ്ധിക്കാനും സാധ്യതയുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.